സ്വാമി സവിധത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അയ്യപ്പ സ്മരണകൾ പങ്കുവയ്ക്കാനുള്ള അതിഥി നിരവധി അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ വീഡിയോ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ചലച്ചിത്ര സംവിധാനത്തിലും പരസ്യ ചിത്ര സംവിധാനത്തിലൊക്കെ മികവ് തെളിയിച്ച ഏറെ പ്രിയങ്കരനായ ശ്രീ ഉദയശങ്കർ. നമസ്കാരം. ഉദയൻ ചേട്ടാ. ഓരോ വർഷവും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കാസറ്റുകളിലൂടെ കേട്ട് ശീലിച്ച് പിന്നീട് അതിൻ്റെ വീഡിയോ ആൽബങ്ങൾ കണ്ട് അത്തരത്തിൽ ഭക്തിയും ഭക്തിയുടെ ഈണവും ഒക്കെ മനസ്സിൽ പതിഞ്ഞ ഒരുപാട് ആളുകളുണ്ടല്ലോ നമുക്ക് ചുറ്റും. അവർക്ക് ഏറെ പ്രിയപ്പെട്ട കുറേയധികം വിഷ്വലൈസ്ഡ് ആൽബംസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് അത്തരം ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ടാവും. തീർച്ചയായിട്ടും. അതിലേക്ക് വരുന്നതിന് മുൻപ് കുട്ടിക്കാലം മുതലെയുള്ള അയ്യപ്പ ഭക്തി കണ്ട് ശീലിച്ചിട്ടുള്ള ക്ഷേത്ര ദർശനത്തിലൂടെ അറിഞ്ഞിട്ടുള്ള അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം എങ്ങനെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുക? ശരിക്കും എനിക്ക് അയ്യപ്പനായിട്ട് കൂടുതൽ എന്നെ കണക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ കുട്ടിക്കാലം മുതൽ അമ്മ വീട്ടിൽ പോകുമ്പോൾ പുള്ളി എല്ലാ വർഷവും പോയി ശബരിമല വ്രതം 41 ദിവസങ്ങളൊക്കെ എടുത്ത് നടന്ന് ഒക്കെ പോകുന്നവരാണ്. എവിടെയാ സ്ഥലം? അമ്മയുടെ വീട് ചേർപ്പിൽ, തൃശ്ശൂർ ചേർപ്പിൽ. അപ്പോൾ അവിടുന്ന് അമ്പലത്തിലേക്ക് ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ട് വേണം. ചേർപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്ഷേത്ര ഗ്രാമം. അപ്പോൾ ഒക്കെ നടന്ന് ഞങ്ങളെയും കൂട്ടി പോകും. ഞങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോകും. പിന്നെ ഈവനിങ്ങിലൊക്കെ പന്തൊക്കെ കൊളുത്തി പോയി അവിടുത്തെ പുഴുക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞ ഒരു സംസ്കാരം ഒക്കെ എടുത്താണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ അച്ഛൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോവും. പിന്നെ അദ്ദേഹം അവിടെ പോയിട്ട് മറ്റേ തയ്യൊക്കെ നട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അത് പിന്നെ ഉടുക്കിട്ടും പാട്ട് എല്ലാ അയ്യപ്പ പോണലും നമ്മൾ സ്കൂൾ ഇവിടെ. അപ്പോൾ ഞാൻ അമ്മ വീട്ടിലാണെങ്കിലും അച്ചാച്ചൻ മലയ്ക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും ഇവിടുന്ന് ലീവൊക്കെ എടുത്തിട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അച്ചാച്ചൻ്റെ വക അമ്പലത്തിൽ അന്ന് പോണ ദിവസം എന്ന് പറഞ്ഞൊരു പ്രത്യേക ആഘോഷം. വീട്ടിലൊരു ഉത്സവം. രാവിലെ മുതൽ നാളികേരങ്ങൾ ഒക്കെ റെഡിയാക്കൽ, പിന്നെ ഭക്ഷണത്തിൻ്റെ കെട്ടുനിറയ്ക്കുള്ള പരിപാടികൾ, പിന്നെ വൈകിട്ടുള്ള ഉടുക്കട്ടും പാട്ട് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്നു. പിന്നെ തിരിച്ചു വരാനുള്ളൊരു കാത്തിരിപ്പ്, പിന്നെ വരുമ്പോഴുള്ള പ്രസാദങ്ങൾ, ഇതൊക്കെ കണ്ടു വളർന്നിട്ട്. അപ്പം അന്നുള്ളിൽ എനിക്കെപ്പോഴാണ് പോകാൻ പറ്റുക എന്നൊക്കെ ചെറുതല്ലേ. പക്ഷേ അതിങ്ങനെ ആ ഒരു ആഗ്രഹം പിന്നീട് എനിക്ക് സഫലമാകുന്ന എനിക്കൊരു 14-15 വയസ്സിലാണ്. പിന്നെ ആദ്യമായിട്ട് അച്ഛൻ്റെ ഒപ്പം പോകുന്നു. നാട്ടിൽ നിന്നാണ് പോണത്. പോയിട്ടാണ് ഭയങ്കര ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നെ കൊണ്ട് ഇനി വയ്യ എന്നുള്ള രീതിയിലാണ്. കാരണം അന്നും ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്നും കുറഞ്ഞത്. അപ്പോൾ ആ തടി വെച്ച് കയറി അവസാനം എൻ്റെ കൂടെ ഉണ്ടാകുന്ന കുറേ ലവ് സ്പിരിറ്റുള്ള ആൾക്കാരാണ്. ഒരു 50 പേരൊക്കെ ഉണ്ടാവും പോകുമ്പോൾ. പക്ഷെ ഞാൻ മാത്രം ഏറ്റവും പുറകില്ല. എന്നെ അച്ഛന് കൈ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവസാനം ഇവൻ വളരെ മോശമാണല്ലോ പറഞ്ഞിട്ട് കുറേ ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് പകുതി നടന്ന് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ പതുക്കെ കയറി തിരിച്ചു ഇറങ്ങിയപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള എല്ലാ വർഷവും തുടർന്നു. അത് പൊതുവെ ഒരു അനുഭവമാണ്. മല കയറുമ്പോൾ അത് ശാരീരിക ആവശ്യത കൊണ്ട് ഇനി എങ്ങനെ മുകളിലെത്തും, ഞാൻ ഇനി വരണോ, ഈ യാത്ര തന്നെ പൂർത്തിയാവുമെന്ന് ചിന്തിക്കുന്നവര് പോയി ദർശന സായുജ്യം നേടിയാൽ ഇനി എല്ലാ വർഷം പിന്നീട് ഞാൻ പോകാൻ തുടങ്ങി. അതിനിടയിൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നീട് കുറച്ച് തിരക്കും പരിപാടികളൊക്കെ. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞല്ലോ അയ്യപ്പൻ പാട്ട്. അപ്പോൾ ദേശവിളക്കായാലും വീട്ടിൽ നടക്കുന്ന അയ്യപ്പൻ പാട്ടാണെങ്കിലും സന്ധ്യയ്ക്ക് തുടങ്ങി രാത്രി പുലരുവോളം നീളുന്നതാണ്. അയ്യപ്പ ചരിതങ്ങളാണ് ഉടുക്കൂട്ടി. അതിന് വലിയ വാദ്യകലാ വിദ്വാൻമാരുണ്ട്, ശാസ്താംപാട്ട് യോഗക്കാരായിട്ടുള്ളവര്. അത് എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൽ കൂടുതലായിട്ടും തൃശ്ശൂരും പാലക്കാടും ഒക്കെ മറ്റെല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടെന്നാണ് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ. ശബരിമല തീർത്ഥാടന കാലത്ത് പൊതുവെ അവിടെയുള്ള ചില അലങ്കാരങ്ങൾ നോക്കിയാൽ പിണ്ടി കൊണ്ടുള്ള അമ്പലം, കുരുത്തോല കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടി. അത് ഉദയൻ ചേട്ടൻ അങ്ങനെ കണ്ടിട്ടുള്ള വിഷ്വൽ ഇമേജസ്, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ. പിന്നീട് പതിയെ ഉദയൻ ചേട്ടൻ അയ്യപ്പ ഭക്തിഗാനങ്ങൾ സംവിധാനം ഒരുപാടധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഓരോന്നിലും വിഷ്വൽസിനെ കമ്പോസ് ചെയ്യുന്നതിൽ ആ ഓർമ്മകൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ശരിക്കും പറഞ്ഞതിൽ അതിനെ നമ്മൾ ഈ തലേദിവസത്തെ ഈ പാനച്ചാട്ടം എന്നൊക്കെ പറയും. വേറെ എൻ്റെ അമ്മയുടെ നാട്ടിൽ അങ്ങ് പാനച്ചാട്ടം, അതുപോലെ തന്നെ ഈ തല പരിപാടികൾ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളുണ്ട്. അതുപോലെ ഉടുക്കട്ടും പാട്ടും. അതുപോലെ തന്നെ പിന്നെ ഈ ശബരിമലയ്ക്ക് ആദ്യം പോകുന്ന സമയത്ത് നമ്മൾ നാളേരം കൊണ്ട് ഇപ്പോൾ പറയും ഒന്ന് ഇവിടെ ഉടയ്ക്കാനുള്ളത്, ഒന്ന് നമുക്ക് അവിടെ മാളികപ്പുറത്ത് എന്നൊക്കെ പറയും. ഓരോരോ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇന്നൊക്കെയാണെന്നുള്ളവർ. അവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് ഇപ്പം നമ്മൾ അവിടെ ചെന്ന് കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാൻ കുറച്ച് മ്യൂസിക്കലിയുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ
ഫ്ലാഗ് വെച്ചിട്ടുള്ള മാളികപ്പുറത്ത് പറകൊട്ടി പാടുന്നത്. അതൊരു കാരണം നമ്മൾ അവിടെ നിന്നുള്ള ശരണം വിളി നമ്മൾ കയറി ചെല്ലുന്നു എന്നുള്ളത്. അതിലുള്ള വേറെ വിഷ്വലുകളൊന്നും ഇല്ല അവിടെ. ആളുകൾ ഭക്തി മാത്രമേ ഉള്ളൂ. ഇവിടെ ചെല്ലുമ്പോഴാണ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എല്ലാം ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യുന്നതാണ് പറകൊട്ടി പാടുന്നത്. കുറേയധികം ആളുകൾ അതിന് നിയുക്തരായിട്ടുള്ള ആളുകൾ ഇരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. ആ താളവും എനിക്ക് തോന്നുന്നു പിന്നീട് പൊന്നയ്യപ്പൻ ഒരു ആൽബം ഉദയശങ്കർ അദ്ദേഹം സംവിധാനം ചെയ്തത് മാളാരവിന്ദൻ ചേട്ടനാണ് അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറല്ലേ, മോഹൻദാസ് സാറാണ് ഓർമ്മ. ആ പാട്ട് വളരെ ഗ്രാൻഡ് ആയിരുന്നു, വളരെ മനോഹരം. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥലം, കാരണം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ പറഞ്ഞു എനിക്ക് അതേപോലത്തെ ഒരു അമ്പലം ഷൂട്ട് ചെയ്യണം, കുറേ ആളുകൾ വേണം, ആ ഒരു ഫീല് നമുക്ക് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യണം. അവിടെ ചെറുപ്പുളശ്ശേരി അല്ല, ചെറുതുരുത്തിയിൽ ഒരു മിത്രാനന്തപുരം അമ്പലത്തിൽ അവിടെ ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്ത് ഫുൾ ജീപ്പ് 2006-07 തോന്നുന്നു, ആ സമയം തോന്നുന്നു, 2008 തോന്നുന്നു. ആ സമയത്ത് ഫുൾ മളച്ചട്ട ഇരുന്നിട്ട് പാടി കുറേ ആളുകളൊക്കെ അതേ ഫീലിൽ നല്ല രസമുള്ള വരികളാണ്. അത് ശരിക്കും നമ്മളെ ഒരു ഭക്തി മാത്രമല്ല, പുള്ളിയുടെ ആക്ടിങ് വൈസും നമ്മളെ കൊണ്ടുപോയി. പുള്ളി ഇങ്ങനെ അറിയാതിരുന്ന് കരയാണ്, കരഞ്ഞിട്ട് ആ ഫീല് അതൊക്കെ. പിന്നെ പാട്ടിൻ്റെ വരി, സംഗീതം, ആലാപനം, ഓർക്കസ്ട്രേഷൻ, ഇതെല്ലാമാണ് പിന്നീട് ഒരു ഡയറക്ടറിന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം. ഓരോന്ന് ഇപ്പോൾ ചില ഈണങ്ങളും താളവും ഒക്കെ ഒരു സംവിധായകന് കഴിവ് തെളിയിക്കാൻ അവസരം കൊടുക്കുന്നത് കൂടിയാണ്. അങ്ങനെ ഉദയൻ ചേട്ടൻ ചെയ്തിട്ടുള്ള മറ്റു വർക്കുകളിൽ പലതിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു വർക്ക്, ഒരു പരീക്ഷണമായിരുന്നു. അത് വിനീത് ശ്രീനിവാസൻ പാടിയ 2010 ഒരു പുതിയ ജനറേഷനിലത്തെ ആളുകൾക്കുണ്ട് ഭക്തി, അല്ലെ? അതാണ് അതിന്റെ കാര്യം. അതൊരു ശരിക്കും പറഞ്ഞാൽ ഭക്തി ഞാൻ ഉദ്ദേശിച്ച എന്ന് പറയണത്, അത് മ്യൂസിക് എഴുതിയിരിക്കുന്നത് നാസിം ഖാൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്, മനസ്സാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരിലും ഇപ്പോൾ നമ്മൾ ഭക്തി എല്ലായിടത്തും എല്ലാ ന്യൂജൻ ആൾക്കാർ പറയുന്നത് ഭക്തി ഇന്ന ആളുകൾക്ക് മാത്രം സ്പെസിഫിക് ഒന്നല്ല. ഒരുപാട് യങ്സ്റ്റേഴ്സ് ആളുകൾ ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. കുറേ ചുള്ളന്മാരൊക്കെ എല്ലാവരുടെ ഉള്ളിൽ ഭക്തിയുണ്ട്. ആ ഭക്തിയെ എങ്ങനെ ഒരു അയ്യപ്പനിലൂടെ ഒരു കണക്റ്റ് ആക്കുന്നൊരു വിഷയം. അന്ന് നമ്മൾ പിക്ചറൈസ് ചെയ്തപ്പോൾ 3 യങ്സ്റ്റേഴ്സ് ചെക്കന്മാർ, യോയോ ചെക്കന്മാർ ഒരു അയ്യപ്പ ഭക്തി കമ്പോസ് ചെയ്യുന്നു. അത് ആ വെറൈറ്റി സ്റ്റൈലുള്ള ലുക്സ് കാര്യങ്ങൾ, പിന്നെ അവർ തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ട് സംഭവിക്കും. 18-ാം പടി മേലെ ശ്രീനിവാസൻ പാടിയിട്ടുള്ള തത്വമസി. അവസാനം ഈ ഡിസ്പ്യൂട്ട്സ് അയ്യപ്പൻ്റെ 3 പേരും മുദ്ര ധരിച്ചതിന് ശേഷം വീണ്ടും ഈ ഡിസ്പ്യൂട്ടൊക്കെ തീർന്ന് അവർ ഒരുമിക്കുന്നു എന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ആശയപ്രധാനമാണല്ലേ പാട്ടുകളൊക്കെ? എന്തെങ്കിലും ഒരു ചെറിയ കഥ ഓരോ പാട്ടിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്? തീർച്ചയായിട്ടും. കാരണം ആ ഒരു നമുക്ക് ഇപ്പോൾ ഒരു ലിറിക് റൈറ്റർ, ബേസിക്കലി താങ്കളൊരു ലിറിക് റൈറ്ററാണ്, ഹരി പി നായർ, ഒരുപാട് താങ്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ലിറിക് റൈറ്റർ എഴുതുമ്പോൾ അയാളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ലേ? പക്ഷെ അതേപോലെ അല്ലെങ്കിൽ തന്നെയും ആ ഒരു ഫീല് വരുന്നൊരു സ്റ്റോറി, ഇതിൻ്റെ ഒരു കണ്ടന്റ് വൈസായിട്ട് എഴുതുക, എല്ലാം ഒരു ദൃശ്യത്തിലുള്ള സ്ക്രിപ്റ്റ്. അതെ, അത് ആ ദൃശ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് ആളുകൾക്കൊരു ഒരു കാഴ്ച. ഒരു പാട്ടത്തിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഞാൻ രചന നിർവഹിച്ച MG സുകുമാർ സാർ സംഗീതവും ആലാപനം നിർവഹിച്ച അയ്യപ്പത്വം എന്ന ആൽബത്തിലെ ശങ്കര സംഭവ സുന്ദരനെ ശനിദോഷഹാരകൻ എന്നൊരു ആൽബം ഉദയൻ ചേട്ടനാണ് സംവിധാനം ചെയ്ത് ഒളപ്പമണ്ണ ആക്ടർ ശരത്തൊക്കെ ഉണ്ട്. ശരത്ത് ഞാനാണ് അഭിനയിച്ചത്. വലിയ ഓർമ്മയാണ് അതൊക്കെ. ഒരുപാട് പേര് കണ്ട നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പിന്നെ ആ ആൽബത്തിൽ തന്നെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട്, നിന്റെകത്വം എന്റെ. നമ്മളിത് പറയുന്നത് ആ പാട്ടിൽ കേട്ടവർക്കും കണ്ടവർക്കും പെട്ടെന്ന് കണക്റ്റഡ് ആവും. യൂട്യൂബിലൊക്കെ ഉണ്ട്, നിരവധി ചാനലുകൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. MG സുകുമാർ സാർ ചിത്രാഞ്ജലിയിലാണ് ഷൂട്ട്. അന്ന് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ശബരിമലയ്ക്ക് പോണ ഭക്തി തന്നെയാണ് അത്. ഫുൾ ടീമിന് എന്താ വെച്ചാൽ ഒരു ദിവസമൊക്കെ 2 പാട്ട് വെച്ച് ഷൂട്ട് ചെയ്യും. 2 പാട്ട് മാത്രമല്ല, തലേദിവസം രാത്രി 12 മണിക്കൊക്കെ പാലക്കാട് ഷൂട്ട് ചെയ്ത് പുലർച്ചെ 6 മണിക്ക് തിരുവനന്തപുരത്ത് ചെയ്യാനുള്ള ഭയങ്കര ഇത് ഭക്തിയുടെ പോലെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് അതിൽ. എല്ലാ പാട്ടുകളും അതിൽ ഇപ്പോൾ MG സാറും ഹരി, അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകാരൻ ശ്രീനാഥ്, അങ്ങനെ പിന്നെ 2 പാട്ടുകളുണ്ട്. ഒന്ന് അരുണഭാസുരം, അത് എല്ലാ പാട്ടുകളും ക്ലാസിക് ആയിട്ടുള്ള അതൊക്കെ ഒരു ദിവസം 2 ദിവസം തീർത്തിട്ട് അതൊരു സ്പിരിറ്റാണ്. ഇതോ ഒരു ഭക്തി നമ്മളെ നയിക്കുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലല്ല പ്ലാൻ ചെയ്തത്. പക്ഷെ സീസണലായിട്ട് പാട്ടുകൾക്ക് കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ സ്ത്രീ പ്രവേശന
വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ഉദയചേട്ടൻ ഒരു ഞാനത് വീഡിയോ ചെയ്തിരുന്നു. കാരണം ശബരിമലയ്ക്ക് സ്ത്രീകൾ കയറാൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മളൊരു ഭക്തനെന്ന നിലയ്ക്ക് തിരിച്ച് നമുക്ക് പ്രതികരിക്കണം. അപ്പോൾ ആ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് 2 കുട്ടികൾ ബൈക്കിലൊക്കെ പോകുന്നു. പൊതുവെ വീട്ടിൽ നിന്നും ഉള്ളൊരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും എൻ്റെ വൈഫ് ദിവ്യ എം ജി ഭയങ്കര ഡിവോട്ടിയാണ്. കാരണം കല്യാണത്തിന് ശേഷം പിന്നെ എല്ലാ വർഷവും എന്നെ ശബരിമലയ്ക്ക് പറഞ്ഞയക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയാം, കല്യാണത്തിന് മുമ്പ് കുറച്ച് ഇങ്ങനെ കിട്ടെങ്കിലും എല്ലാ വർഷവും ശബരിമലയ്ക്ക് നോയമ്പെടുക്കണ പരിപാടിക്ക് എല്ലാത്തിനും വൈഫും വീട്ടിലുള്ള സ്ത്രീകളുടെ ഭക്തിയുടെ ഒരു അതെ അവരും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഭക്തിയുടെ കുറച്ചും കൂടി ആ ഒരു ഫീലും അല്ലെങ്കിൽ മൂത്തോനും മുമ്പ് ഇപ്പം ഇനി താഴെയുള്ളവനുണ്ട് ലല്ലപ്പൻ, അദ്ദേഹത്തിന് അയാളെ എനിക്ക് 8 വയസ്സിന് മുമ്പ് വീണ്ടും കയറ്റണം, ബാക്കി മൂത്തോനെ കയറ്റി അങ്ങനെയൊക്കെ. നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് പറയാൻ ഒരുപാട് ഇത്തരം വിശേഷം ഉണ്ടാവും. സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ കുറച്ച് കാലപ്പെടുന്ന ഓർമ്മിപ്പിക്കാം. ഇത് കൂടാതെ ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പല ആൽബങ്ങളിലും ഉദയചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൃഷ്ണപ്രഭ പാടിയ താരകം സൂപ്പർ ഉണ്ട്. പിന്നെ സന്നിധാനന്ദനും ടീമും ഉണ്ടായിട്ടുള്ളൊരു സ്വാമിനാമം എന്നൊരു ആൽബം ഉണ്ട്. പിന്നെ 2 മില്യൺ വ്യൂ എടുത്ത് വന്ന അയ്യപ്പ പൂജ എന്നൊരു പാട്ട്, അയ്യപ്പ എൻ മനസ്സിൽ ആരതിയായി തെളിയൂ, അദ്വൈതം എന്നൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഉണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് ഈ അവസരത്തിൽ പറയുന്നതിന് പരിമിതിയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ, ഒരു വിഷ്വൽ മേക്കർ, ക്രിയേറ്റർ എന്ന നിലയിലുള്ള ഉദയചേട്ടൻ്റെ യാത്രയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. പുതിയ വലിയ നല്ല വർക്കുകൾ ചെയ്യാനായിട്ട് എല്ലാ ആശംസകളും ഉദയചേട്ടൻ. തീർച്ചയായിട്ടും സന്തോഷം. അയ്യപ്പൻ എപ്പോഴും കൂടെയുണ്ട് ഒരു വിശ്വാസം. അതെ, സ്വാമി ശരണം.